ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇടിഞ്ചക്ക വ്യത്യസ്ത രീതിയിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇടിഞ്ചക്ക ഫ്രൈ ആണ്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇടിഞ്ചക്ക ഫ്രൈ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ചിക്കൻ ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ ഇടിഞ്ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നമുക്കിന്നൊരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ഇടിഞ്ചക്ക വെച്ച് ഞാൻ ഇന്നൊരു വെറൈറ്റി ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ വെറൈറ്റി ഐറ്റംസ് എന്താണെന്ന് കാണണ്ടേ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. നാലായിട്ട് ഇപ്പോൾ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ ചെത്തിയെടുക്കുവാണേ. അതിൻ്റെ മുള്ളു ഭാഗമെല്ലാം ചെത്തിക്കളയണം. അങ്ങനെ ഇടിഞ്ചക്ക ഞാനെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. കൂടെ ഞാൻ മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തു. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഒരു ഉപ്പൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് വെള്ളം നല്ലപോലെ തിളപ്പിക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇടിഞ്ചക്ക ഇട്ട് കൊടുക്കാം. വെള്ളം തെറിക്കാതെ ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കിടന്ന് ചക്ക ഒരു 3/4 വേവ് വരെ വേകട്ടെ. നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കണ്ട, ഒരു 3/4 വേവ് കേട്ടോ. നമ്മുടെ ചക്കയൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കത് കോരി മാറ്റാം. വെള്ളമില്ലാതെ കോരിയെടുക്കാവേ. ഞാനെല്ലാം കോരിയെടുക്കട്ടെ. നമ്മുടെ ചക്കയെല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ആറാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ആറട്ടെ. നമുക്ക് കൈവച്ച ആ മസാലയൊക്കെ ഒന്ന് പുരട്ടുന്ന പരുവത്തിൽ ഒന്ന് ആറിയാൽ മതി കേട്ടോ. ഇപ്പം നല്ല ചൂടാണ്. ഇനി നമ്മുടെ ഇടിഞ്ചക്കയുടെ മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 2 സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ ഇടിഞ്ചക്ക വേണ്ട നല്ലപോലെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇനി ചേർക്കേണ്ട മസാലകൾ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില. പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. ഈ പൊടികളെല്ലാം ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു. ചക്കയിലോട്ട് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടിയും മല്ലിപ്പൊടി, ഇഞ്ചി. അതിനുശേഷം 3 സ്പൂണ് അരിപ്പൊടിയും ഉണ്ട്, 2 സ്പൂൺ കോൺഫ്ലവറും ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കയ്ക്കകത്ത് നേരത്തെ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ ഉപ്പൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളേ. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ആ ചക്കയിലോട്ട് ആ പൊടികളെല്ലാം നന്നായി പുരട്ടിയെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 3-4 മിനിറ്റായി. നമ്മുടെ ചക്കയെല്ലാം തേണ്ടേ ആ മസാല എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഫുഡ് കളറൊക്കെ ഇച്ചിരി റെഡ് ഫുഡ് കളറൊക്കെ കൊടുത്താൽ ഇച്ചിരി നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം തേണ്ടേ മസാലയെല്ലാം പിടിച്ചിരിക്കുകയാണ്. ചക്കയിലോട്ട് മസാലയെല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇതേണ്ടേ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ചക്ക വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ചക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇടിഞ്ചക്ക കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കണ്ട. ചെറുതീയിൽ ആദ്യം ഒന്ന് വേകട്ടെ.
കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഞാൻ ഇനി ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുവാണേ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ചക്കയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മൂത്തിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇല്ലയോ അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. കുറച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം നല്ല പരുവായി കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ ഇടിഞ്ചക്ക വെച്ച് ഉണ്ടാക്കിയത് എന്താണെന്ന്. അപ്പം നല്ല ടേസ്റ്റിയായ സാധനമാണ്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. ചക്ക വെച്ച് ഉണ്ടാക്കിയത് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ എനിക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ല. ലൈക്ക് അടിച്ച് വേണം കാണേണ്ടത്. ഷെയർ ചെയ്യണം, കമൻറ്റ് പറയണം. നാളെ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു. ബൈ.